എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഹൈദരാബാദി ദം ബിരിയാണിയാണ്. അതിനായിട്ട് ചിക്കൻ റൈസ് ഞാൻ ഓൾറെഡി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ബസ്മതി റൈസാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ചിക്കൻ 1 കിലോ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മുടെ സവാള ചെറുതായിട്ട് അരിഞ്ഞു അതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ എണ്ണയിലിട്ട് വഴറ്റുകയാണ് അതിൻ്റെ ഒരു ആദ്യത്തെ പ്രോസസ്സ്. സോ ബിരിയാണിയുടെ ബേസിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാരിനേഷനാണ്. നമ്മൾ എത്ര നേരത്തെ അത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുന്നോ അത്രയും ബിരിയാണിക്ക് ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. സോ ഇതിപ്പം ഞങ്ങൾക്ക് ടൈം ഒത്തിരി ഇല്ലാത്തത് കാരണം ഒത്തിരി നേരം മാരിനേഷനൊന്നും വെക്കുന്നില്ല. ആദ്യം തന്നെ ചിക്കനകത്തോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നീട് നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നീട് നമുക്ക് പുറത്തു നിന്ന് മേടിക്കാൻ കിട്ടുന്ന മസാലയുണ്ടല്ലോ, ബിരിയാണി മസാല. ഏതൊരു നമുക്കത് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാവുന്ന ഗരം മസാല അതിന് പകരമായിട്ട് യൂസ് ചെയ്യാം. ഞാൻ ഗരം മസാലയാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെ സ്പൈസിനെസ് അനുസരിച്ചാണ് മസാലയെല്ലാം ആഡ് ചെയ്യാവുന്നത്. ഞാൻ ഒരു മൈൽഡ് സ്പൈസി ഇഷ്ടപ്പെടുന്ന ആളാണ്. സോ അത് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്, കൂടുതൽ പിള്ളേർക്കും കൂടി കഴിക്കാനായിട്ട്. പിന്നീട് ഉപ്പ് ആഡ് ചെയ്യുന്നു. അതിലേക്ക് തന്നെ നമ്മുടെ കൊറിയാണ്ടർ മിൻറ്റ് ലീഫ് ഇടുക, തൈര്, ഇതെല്ലാം കൂടി ഒരുമിച്ചിടണം. പിന്നെ പച്ചമുളക് നമുക്ക് ചതച്ചിടാം, അല്ലാതെ നെടുകെ കീറിയിടാം, അതെല്ലാം ഓപ്ഷണലാണ്. പിന്നെ ഇതിനകത്ത് തന്നെ പല മെത്തേഡിൽ ചെയ്യുന്നവരുണ്ട്. കുറച്ച് പേര് കുറച്ച് ഹോൾ സ്പൈസസും കൂടി ഇതിൻ്റെ കൂടെ മീറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഞാൻ പക്ഷേ റൈസിന് മാത്രമേ ഹോൾ സ്പൈസസ് ആഡ് ചെയ്യുന്നുള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ ഗരം മസാല ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഓവർ ഫ്ലേവർ ആവാതെ ഒരു മിഡ് ഫ്ലേവറിൽ നിൽക്കാൻ ഏറ്റവും എളുപ്പമായിരിക്കും. അപ്പോൾ അതിനുശേഷം നല്ല പുളിപ്പ് കുറഞ്ഞ തൈരാണ് എടുത്തേക്കുന്നത്. ഇവിടുത്തെ ഗ്രീക്ക് യോഗട്ടാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. വൺസ് ഇതെല്ലാം കൂടി യൂസ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. മീൻവെൽ ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ ഒണിയൻ ബ്രൗൺ കളർ ആവാൻ വേണ്ടി ഇത് ചെയ്യുന്നുണ്ട്. ഒരു ലെമൺ കൂടെ സ്ക്യൂസ് ചെയ്ത് വെക്കുക. തൈരിന് കാര്യം പുളിയില്ല, അപ്പോൾ ഒരു ലെമണും കൂടി ചെല്ലുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവർഫുള്ളായിരിക്കും സംഭവം. പിന്നീട് നല്ലപോലെ ഇതൊന്ന് തിരികെ പിടിപ്പിക്കുക ചിക്കനിലോട്ടെല്ലാം. സോ ഏതൊരു മീറ്റ് ആണെങ്കിലും ഇത് തന്നെയാണ് സെയിം കോമ്പിനേഷൻ. നമുക്കിപ്പം ഇതിന് പകരം മട്ടൻ ആണെന്നുണ്ടെങ്കിൽ മട്ടൻ യൂസ് ചെയ്യാം. മട്ടൻ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് പപ്പായയും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും അടിപൊളിയായിരിക്കും വേവാനായിട്ട്. പിന്നീട് നമ്മുടെ ഒണിയൻ ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് നോക്കിയിരിക്കുക. വൺസ് അതും കൂടി ആയി കഴിയുമ്പോൾ ആ ഓയിലും ഒണിയനും കൂടി നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. മിക്സ് ചെയ്ത് ഇത് മൊത്തം കൂടി ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാരിനേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. സോ ഇത് ഓൾമോസ്റ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. സോ ഞാൻ അതും കൂടി അതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇനി ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് മാറ്റി വയ്ക്കുക. ഒരു മിനിമം 1 hour എങ്കിലും വെക്കാൻ നോക്കുക, ഏറ്റവും നന്നായിരിക്കും. 1 hour കൂടുതൽ ഓവർനൈറ്റ് വെച്ചിരുന്ന ഏറ്റവും ബെസ്റ്റായിരിക്കും. നല്ല ഫ്ലേവറായിട്ട് നമുക്ക് പിറ്റേ ദിവസം കിട്ടുന്നതായിരിക്കും. നമുക്കിവിടെ ട്രഡീഷണൽ ദം ഉണ്ടാക്കാനുള്ള ഒരു സെറ്റപ്പ് ഇല്ലാത്തത് കാരണം നമ്മൾ റൈസ് സെപ്പറേറ്റ്, കറി ഇത് ചിക്കനും സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അവസാനം ഒരുമിച്ചൊന്ന് ദമ്മാക്കി ഇടുന്നതായിരിക്കും. ട്രഡീഷണൽ ദമ്മാണെങ്കിൽ നമ്മൾ കനലെടുത്ത് മേളിലൊക്കെ ഇട്ട് വേണം സെറ്റാക്കാനായിട്ട്. ഇപ്പം നമുക്ക് അത്രയും സെറ്റപ്പൊന്നും ഇല്ലാത്തത് കാരണം ഉള്ളത് കൊണ്ട് ഓണം പോലെ. അതൊരു സൈഡിൽ ചിക്കൻ വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റൈസ് ഏകദേശം ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നാൽ നന്നായിരിക്കും. അതിനുവേണ്ടി റൈസ് പ്രിപ്പറേഷന് വേണ്ടി ഒരു സൈഡിൽ ജസ്റ്റ് വെള്ളം എടുത്തു. വെള്ളം നല്ല തിളച്ച് വരണം. അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പ് വെള്ളത്തിൽ കയറി ഇച്ചിരി നിൽക്കണം, എങ്കിൽ മാത്രമേ റൈസിന് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതിലേക്ക് നമ്മൾ ഹോൾ സ്പൈസസ്, തക്കോലം, ഗ്രാമ്പൂ, ഏലക്ക, പട്ട, കുറച്ച് പെപ്പർ കോൺസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഒരു ബൈറ്റ് എരി കിട്ടാൻ വേണ്ടി. പിന്നീട് സോൾട്ട് ആഡ് ചെയ്യുക, കുറച്ച് മിൻറ്റ് ആൻഡ് പുതിന അതും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളത്തിൻ്റെ ഉപ്പ് നോക്കുക. ഉപ്പിലാണ് മെയിനായിട്ടുള്ള സംഭവം ഇരിക്കുന്നത്. ഒരു വേള ഉപ്പ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണിയുടെ മൊത്തം ടേസ്റ്റും ഇതിൽ മാറിപ്പോകുന്നതായിരിക്കും. വൺ സൈഡ് ഇതേപോലെ അപ്പം തന്നെ മീനൂട്ടിയും സാറും അവിടെ കിടന്ന് കളിയും കാര്യങ്ങളൊക്കെയാണ്. അടുത്ത സൈഡിൽ ഞാൻ ഇവിടെ കിടന്ന് ബിരിയാണി ഉണ്ടാക്കുന്ന പരിപാടിയില്ല. പിന്നെ കെട്ടിയവൾ വീഡിയോ എടുത്ത് അവളൊരു സൈഡിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തായാലും ചിക്കൻ അടിപൊളിയായിട്ട് സെറ്റായി വരുന്നുണ്ട്. അടുത്ത സൈഡിൽ വെള്ളം നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഇനിയിപ്പം പയ്യെ നമുക്ക് റൈസ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മൊത്തത്തിൽ ഒന്ന് ഇളക്കുക. പിന്നെ റൈസ് ഇടുന്നതിന് മുമ്പായിട്ട് വേണമെങ്കിൽ കുറച്ച് ഗീ അതിനകത്തോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം റൈസിനൊരു ഫ്ലേവറിന് വേണ്ടി. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന റൈസ് അതിലോട്ടിട്ട് കൊടുത്തു. പിന്നീട് ഒരു ചെറിയ നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുത്തു. നാരങ്ങ ഒഴിക്കുന്ന മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഈ റൈസ് തമ്മിൽ ഒട്ടിച്ചേർന്നിരിക്കാതിരിക്കാനാണ് നമ്മൾ നാരങ്ങാ നീര് ഉപയോഗിക്കുന്നത്. പിന്നീട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം
ഇതൊരു 80-90% കുക്കാവുന്ന വരെ നമുക്ക് ഇത് ചെയ്യാം, ചൂടാക്കാം. അതിനുശേഷം നമുക്കത് ഡ്രെയിൻ ചെയ്തതിന് ശേഷം ചിക്കനിലേക്ക് ഈ റൈസ് ഇടുക. അതാണ് ദം പ്രോസസ്സ് വരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ദം എടുക്കുന്നതിൻ്റെ ഇത് മിസ്സായി പോയായിരുന്നു. പിന്നെ ഫൈനൽ പ്രോഡക്റ്റ് മാത്രം ഞാൻ കാണിച്ചു തരാം. പിന്നെ ഹൈദരാബാദി ദം ബിരിയാണിയിൽ സാധാരണയായിട്ട് ഇവർ ഇതൊന്നും എടുക്കുന്നില്ല. ഇതായിരുന്നു ഡ്രെയിൻ ചെയ്യുന്ന സമയം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഹൈദരാബാദി ബിരിയാണിയിൽ ഇടാറില്ല. പിന്നെ നമ്മുടെ ഒരു രസത്തിന് വേണ്ടി ഞാൻ അതിനങ്ങ് ഇട്ടു. സോ ഫൈനലി ഇങ്ങനെ ആയിരിക്കും പ്രോഡക്റ്റ് വരുന്നത്. കളറൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. കളറിന് വേണ്ടി ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ മിൽക്കിൽ കുറച്ച് നമ്മുടെ മഞ്ഞപ്പൊടി ഇട്ടു, അതതിനകത്തോട്ട്, പിന്നെ ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ, പിന്നെ കുറച്ച് മല്ലിയില പുതിനയില, ഇതെല്ലാം കൂടി ഇട്ടു ഓവറോൾ ദമ്മാക്കി എടുത്തു. സോ എടുക്കുന്ന സമയത്ത് നമ്മളൊരു സൈഡിൽ നിന്ന് എടുക്കണം, എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. അടിയിൽ നിന്ന് മസാല, മേളിൽ നിന്ന് കുറച്ച് പ്ലെയിൻ റൈസ്. ഇങ്ങനെ വേണം നമ്മൾ സെർവ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ കൂടെ ബെസ്റ്റ് സെർവ് ചെയ്യാൻ പറ്റുന്ന ഡിഷസ് എന്ന് പറഞ്ഞാൽ റൈത്ത. അത് നമുക്ക് ഏതൊരു തൈര് ഒഴിച്ചുള്ള റൈത്ത ഉണ്ടാക്കാം. പിന്നെ ഒരു പിക്കിളുണ്ടെങ്കിൽ പിക്കിള്, പപ്പടം, പിന്നീട് ഒരു പുഴുങ്ങിയ മുട്ട ഒരു ഭംഗിക്ക് വേണമെങ്കിൽ അതും കൂടി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. സോ ഇത് ഒരു സൈഡിൽ നിന്ന് സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇതിന് വേണ്ടിയുള്ള സൈഡ് ഡിഷിൻ്റെ പരിപാടിയും കൂടി തുടങ്ങിയേക്കാം. അത് ഏറ്റവും എളുപ്പമുള്ള പരിപാടിയാണ്. അത് റൈത്ത ഒരുവിധം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. അതിന് വേണ്ടി ഒരു തക്കാളി എടുത്തു, ചെറുതായിട്ട് ചോപ്പ് ചെയ്തു. പിന്നെ ഓൾറെഡി ഞാൻ കുറച്ച് സവാളയും കട്ട് ചെയ്ത് ഇരിപ്പുണ്ടായിരുന്നു, ഒരു പച്ചമുളകും. ഇതെല്ലാം കൂടി ഒരുമിച്ചിടുക. അതിലേക്ക് എയ്തർ നമുക്ക് തൈരിടുന്നെങ്കിൽ ഇടാം, തൈരിടാതെ നമുക്ക് അല്ലാതെ തിരുമ്മി എടുത്താലും യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതിൽ ഞാൻ തൈര് ഇപ്പോൾ ഇടുന്നില്ല. തൈരിടാതെ ജസ്റ്റ് ഇത് മാത്രം ഒന്ന് മിക്സ് ചെയ്ത് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീട് പപ്പടം ഓൾറെഡി ഒരു സൈഡിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് സോൾട്ടും കൂടി ഇതിലോട്ടിടുക, ഒന്ന് തിരുമ്മിയെടുക്കുക. സോ ഇനി സെർവിങ് ആണ്. ഒരു പ്ലേറ്റിലെടുത്ത് അതിലേക്ക് നമ്മുടെ ബിരിയാണി, പിന്നീട് മുട്ട ഒരെണ്ണം അതിനകത്തോട്ട് വയ്ക്കാമെന്ന് വെച്ചു. ബിരിയാണി ഇതേപോലെ നിൽക്കുന്നുണ്ട്. റൈസ് എല്ലാം നല്ല സെപ്പറേറ്റ് ആണ്, നല്ല വെൽ കുക്ക്ഡായിട്ടാണ് ഇരിക്കുന്നത്. അതിലേക്ക് നമ്മുടെ റൈത്ത എന്ന് പറയാൻ പറ്റത്തില്ല, ഇത് ആഡ് ചെയ്യാത്തത് കൊണ്ട്, തൈര് ആഡ് ചെയ്യാത്തത് കൊണ്ട്. സോ ജസ്റ്റ് ലൈക്ക് ഒരു സലാഡിൻ്റെ കൂടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല നാരങ്ങ അച്ചാറുണ്ടായിരുന്നു, അതിൻ്റെ ഒരു പീസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം ഇവർക്ക് കൊടുത്തിട്ട് എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ മുട്ട ഭംഗിക്ക് വേണ്ടി, പപ്പടം, ചുട്ടെടുത്ത പപ്പടമാണ്, എണ്ണയിൽ വെച്ചില്ല. സോ ഇനിയിപ്പം വൈഫിനും ജോൺ സാറിനും കൊടുക്കുന്നു. അവർ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയും. അതും കൂടി നോക്കിയേക്കാം. എന്തായാലും വൈഫ് നല്ലപോലെ ഉരുട്ടിയെടുക്കുന്നുണ്ട്, കണ്ടറിയണം എന്താണെന്നുള്ളത്. അങ്ങനെ കഴിച്ചു, വരട്ടെ, റിസൾട്ട് പോരട്ടെ. സെറ്റ്. അപ്പം അവൾക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ സാറും കൂടി നോക്കിയിരിപ്പുണ്ട്, എന്താണെന്നുള്ളത് നോക്കട്ടെ. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.